ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും ആദ്യം പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ, ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ വല്ല കാലത്തൊന്ന് വന്നു പോകും. ഇന്നത്തെ കാലാവസ്ഥ ഇതാണ്. പിന്നെ ഇന്ന് ഭയങ്കര മഴക്കാറും കാറ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് ദിവസമായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന കൊഴുവ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുറച്ച് ഉപ്പൊക്കെ അങ്ങ് വാരി വിതറി അടിപൊളിയായിട്ട് ഞാൻ അങ്ങോട്ട് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആഘോഷമായിട്ടുള്ള ഒരു ലഞ്ച് അങ്ങ് ചിന്തിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കൊഴുവ നമ്മുടെ ആഗോലി കൊണ്ട് ഞാൻ നമ്മുടെ പീര, നമ്മുടെ നാട്ടിൻപുറത്തെ ഏറ്റവും നല്ലൊരു ഒരു ഉച്ചഭക്ഷണം അല്ലെങ്കിൽ രാത്രിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഒരു ഒന്നാം തരം കറിയാണല്ലോ പീര. അപ്പോൾ ആ പീര മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന പീരയുടെ ഓർമ്മ എനിക്ക് ഇന്നും വായി വരുന്നു കേട്ടോ. അത്രയും കൈപ്പുണ്യൊന്നും എനിക്കില്ല എങ്കിലും ഞാൻ വിചാരിച്ചു രണ്ട് കൽപ്പിച്ച് ഞാനങ്ങ് പീര ഉണ്ടാക്കാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും യൂട്യൂബൊക്കെ നോക്കി അങ്ങോട്ട് ഒപ്പിച്ചു. നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ തേങ്ങ ചിരണ്ടിയതല്ല, ഇത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈ വെച്ച് നന്നായിട്ടങ്ങ് തിരുമ്മി കേട്ടോ. നന്നായിട്ടങ്ങ് തിരുമ്മിയ ശേഷം നമ്മുടെ പുളി ഞാൻ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മൊത്തം അങ്ങോട്ട് ഒഴിച്ച് സെറ്റാക്കി കൈ കൊണ്ട് അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ചു അങ്ങോട്ട്. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് തിരുമ്മി പിടിപ്പിച്ച ശേഷം നമ്മുടെ കൊഴുവ ഞാൻ അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഉള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് പിള്ളേർ വന്ന് തട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ അങ്ങോട്ട് തീയിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ആ പാത്രം അങ്ങ് മാറ്റിയിട്ട് വലിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് തീയിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ അടപ്പ് വെച്ച് അങ്ങോട്ട് മൂടി. എന്നിട്ട് ഞാനൊരു മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചില്ല, കാരണം ആ മീനിനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളവും പിന്നെ പുളിവെള്ളവും എല്ലാം കൂടി മിക്സായിട്ട് നന്നായിട്ട് അതിനകത്ത് നിന്ന് അങ്ങ് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് കുറച്ച് നേരം തീയെ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് 7 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് നമ്മുടെ തവി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇതാക്കി. അപ്പോൾ ഒത്തിരി നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഒത്തിരി പൊടിഞ്ഞു പോകും, ചെറിയ മീനല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു മത്തി വെച്ചാണെങ്കിലും നല്ല അടിപൊളി പീര ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഇതുപോലത്തെ സ്പൂൺ വെച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു. അപ്പോൾ അപ്പുറം നമ്മുടെ കൊഴുവ വറുന്നുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. എന്താ പറയുന്നത്, വറുത്തുകൊണ്ടിരിപ്പുണ്ടെന്നോ. അങ്ങനെ എന്നാണേലും നമ്മുടെ പീര ഇതാണ്ട് കുറച്ച് ഇടയ്ക്ക് ഞാനിങ്ങനെ പൊക്കി നോക്കും. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് അങ്ങ് വരാൻ വേണ്ടി. ഇവിടുത്തെ വെളിച്ചെണ്ണയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രോസണായിട്ട് ഇങ്ങനെ മരം പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്ന് ചൂടാക്കിയിട്ട് അങ്ങ് ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ അടിപൊളി പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ കിടുക്കാച്ചി പീരക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.